പൊതുവേ നമ്മൾ പറയാറുള്ളതും കേൾക്കാറുള്ളതുമായ രണ്ട് ടേമാണ്. ഒന്ന് ഇൻകം ടാക്സ്, മറ്റൊന്ന് GST. ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണല്ലോ. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനത്തിൻ്റെ മേലെയുള്ള ടാക്സാണ്. വരുമാനം എന്ന് പറയുമ്പോൾ അതിൽ സാലറി, ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം, അതേപോലെ റെൻ്റൽ റവന്യൂ, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വിൽപ്പന നടത്തുകയാണ്, അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിൻ്റെ മേലെയുള്ള ടാക്സ്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 5 ഹെഡ്സിലാണ് ടാക്സ് ഉള്ളത്. ഇത്രയും തരം വരുമാനങ്ങൾക്കാണ് ഈ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഒരുവിധം മറ്റ് 4 വരാത്ത എല്ലാം ഉൾപ്പെടും എന്ന് പറയാൻ പറ്റും. ഇത്രയും വരുമാനങ്ങൾക്ക് ടാക്സ് ചെയ്യണം. ചില വരുമാനങ്ങളെ സ്പെസിഫിക് ആയിട്ട് ഇൻകം ടാക്സ് ആക്ടിലൂടെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒഴികെയുള്ള മറ്റെല്ലാ ഇൻകത്തിനും ടാക്സ് ചെയ്യണം എന്നുള്ളതാണ്. ഈ GSTൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, GST എന്ന് പറയുമ്പോൾ അത് കച്ചവടം ചെയ്യുന്നവർക്ക്, അതായത് അത് പ്രൊഡക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ സർവീസ് ആവട്ടെ, ഇത് രണ്ടിൻ്റെയും എവിടെ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ടാക്സ് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തീരെ വരുമാനം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടെയും അദ്ദേഹം എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു ബിസ്ക്കറ്റ് ആവട്ടെ, ആ ബിസ്ക്കറ്റിന് പോലും അതിൻ്റെ മേലെ പോലും ഒരു ടാക്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ GST എല്ലാ ട്രാൻസാക്ഷൻ്റെ മേലെയും എന്ന് പറയാം ഏകദേശം. ചില എക്സംപ്റ്റഡ് ഗുഡ്സ് ഉണ്ട്, എന്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ അവിടെ പോലും നമുക്ക് വരുന്നുണ്ട് ടാക്സ്, GST വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഗവൺമെൻറ്റുകൾക്ക്, അതായത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഉള്ള വരുമാന മാർഗം യഥാർത്ഥത്തിൽ ഈ 2 ഇൻകം ടാക്സും GSTയും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും ആണ് എന്ന് നമുക്ക് പറയാം. മറ്റു ചില വരുമാന മാർഗ്ഗങ്ങളുണ്ട്, പ്രധാനമായിട്ടും ഇത് തന്നെയാണ് ആശ്രയിക്കുന്നതെന്നാണ് പറയാൻ പറ്റുക. ഇൻകം ടാക്സിൻ്റെ സമയം അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇൻകം ടാക്സ് കാര്യമായിട്ട് ആരൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്? ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടു 2.5 ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനമുള്ള എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അത് ചിലപ്പോൾ സാലറി പെർസ്പെക്റ്റീവിൽ സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ ഉണ്ടാവും, മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള റവന്യൂ ഉണ്ടാവും. ഏതാണെങ്കിലും ഈ 2.5 ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനമുള്ള എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അതേസമയത്ത് ഇപ്പോൾ 7 ലക്ഷം വരെ പുതിയ റെജീമിൽ, അതേസമയത്ത് പഴയ റെജീമിൽ 5 ലക്ഷം വരെ റവന്യൂ ഉള്ള ആൾക്ക് മീൻസ് അവർക്ക് ടാക്സ് അടക്കേണ്ടതില്ല. പക്ഷേ 2.5 ലക്ഷം വരെ റവന്യൂ ഉണ്ടെങ്കിൽ തന്നെ ITR ഫയൽ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അത് പലർക്കും അറിയില്ല. അതൊന്ന്. രണ്ടാമതൊന്ന് പ്രധാനപ്പെട്ടത് TDS പിടിച്ചിട്ടുള്ള, അതായത് ചിലപ്പോൾ ചില കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ സാലറി ഏൺ ചെയ്യുന്നവർ തന്നെ ഉണ്ടാവും, പക്ഷെ ഇത്ര വരുമാനമൊന്നും ഉണ്ടാവില്ല, പക്ഷേ TDS പിടിച്ചു പോയിട്ടുണ്ടാവും. ഇവരൊക്കെ ITR ഫയൽ ചെയ്യൽ നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ITR റീഫണ്ട് കിട്ടുമെന്നുള്ള ഒരു കാര്യമുണ്ട്. അത് പലരും മറന്നു പോകും. TDS ഒക്കെ പിടിച്ചു പോയിട്ടുണ്ടാവും, അതറിയാതെ അതവർക്ക് റിട്ടേൺ കിട്ടും. ചിലപ്പോൾ അയാളുടെ വിത്തിൻ ലിമിറ്റാണ് അയാളുടെ ടോട്ടൽ വരുമാനം ഉണ്ടെങ്കിൽ റിട്ടേൺ കിട്ടും. ഇതറിയാതെ പലരും ഈ TDS, ഇപ്പോൾ പ്രത്യേകിച്ച് വണ്ടി വാങ്ങുന്നവർക്കാണെങ്കിൽ TCS കൂടെ ഉണ്ടാവും. ആ TCS ഒന്നും മനസ്സിലാക്കാതെ റിട്ടേൺ ഫയൽ ഇങ്കൊക്കെ ലാപ്സ് ആക്കിയിട്ട് പോകുന്ന പലരും ഉണ്ട്. ITR ടാക്സ് പിടിച്ചത് റീഫണ്ട് കിട്ടും, ഇതറിയാതെ പോകുന്നുണ്ട്. മറ്റൊന്ന് 10 ലക്ഷത്തിൻ്റെ മുകളിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് ITR ഫയൽ ചെയ്യണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി, പാർട്ട്ണർഷിപ്പ്, അങ്ങനെയുള്ള പല സ്ഥാപനങ്ങൾ, അവർക്കെല്ലാവർക്കും ഇൻകം 0 ആവട്ടെ, ചിലപ്പോൾ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവില്ല, അവരടക്കം ചെയ്യണം, ITR ഫയൽ ചെയ്യണം എന്നുള്ളതാണ് നിയമം. അത് പലപ്പോഴും പലരും വിട്ടുപോകുന്നുണ്ട് ഈടായിട്ട്.